ഹലോ ഡിയർ സ്റ്റുഡൻസ്, ECVന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ടാക്സ് ലാബിലിറ്റി കാൽക്കുലേഷൻ ആണ്. ടാക്സ് ലാബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു എൻഡ് കാൽക്കുലേഷനിലോട്ട് നമ്മൾ എത്തുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ചിട്ടാണ്. ഗ്രോസ് ടോട്ടൽ ഇൻകം. ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന് മുന്നേ നമ്മൾ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കണം. ടോട്ടൽ ഇൻകം. അപ്പൊ ഇതിന്റെയൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം ഫസ്റ്റ് നമ്മൾ 5 ഹെഡ്സ് ഓഫ് ഇൻകം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. 5 ഹെഡ്സ് ഓഫ് ഇൻകം ഇതിന്റെ പ്രീവിയസ് വീഡിയോസിൽ ഉണ്ട്, നിങ്ങൾക്ക് എടുത്ത് കാണാനായിട്ട് പറ്റും. 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിലെ ഫസ്റ്റ് ഹെഡ് വരുന്നത് സാലറി ആണ്. അതിൽ നമുക്ക് ഗ്രോസ് സാലറി കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് അലവൻസസ് കുറയ്ക്കാം. പ്രൊഫഷണൽ ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ പറ്റും. പിന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ടുള്ള 50,000 ഡിഡക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ഇൻകം ഫ്രം സാലറി ഓർ ടാക്സബിൾ ഇൻകം ഫ്രം സാലറി കിട്ടി. അപ്പോൾ ഒരു ഹെഡ് കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് ഹെഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ് നമ്മുടെ സെക്കൻഡ് ഹെഡ് വരുന്നത്. അതിൽ നമ്മൾ ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഫെയർ റെന്റ്, മുനിസിപ്പൽ വാല്യൂ ഒക്കെ വെച്ചിട്ട് നമ്മൾ അതിന്റെ ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം അതിന് മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കുന്നു. പിന്നെ നെറ്റ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഈ മുനിസിപ്പൽ ടാക്സ് ആനുവൽ വാല്യൂ എന്ന് കുറച്ച് എന്ത് കിട്ടും? നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എമൗണ്ട് കിട്ടും. അതിൽ നിന്ന് പിന്നെ നമുക്ക് നമ്മുടെ ഹൗസ് പ്രോപ്പർട്ടി എന്തെങ്കിലും ലോൺ എടുത്തിട്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിന് പേ ചെയ്യുന്ന ഇൻട്രസ്റ്റും കുറയ്ക്കാനായിട്ട് പറ്റും. ഇതെല്ലാം കൂടെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓർ കമ്പ്യൂട്ടഡ് വാല്യൂ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി നമുക്ക് കിട്ടും. ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് നമ്മുടെ ടാക്സ് ലാബിലിറ്റി കാൽക്കുലേഷന്റെ ആ ഭാഗം മാത്രമായിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി പറയുന്നു എന്നേ ഉള്ളൂ. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ, അത് നമുക്ക് വളരെ സിമ്പിൾ ആണ്. ആ ഒരു ഹെഡ് എന്ന് പറയുന്നത് അലവബിൾ എക്സ്പെൻസ് എന്ത് ചെയ്യുന്നു? ലെസ് ചെയ്യുന്നു. ദെൻ നമുക്ക് എന്ത് ചെയ്യുന്നു? ഇൻകം ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ കിട്ടുന്നു. ദെൻ നമ്മുടെ ഫോർത്ത് ഹെഡാണ് ക്യാപിറ്റൽ ഗെയിൻസ്. 2 ക്യാപിറ്റൽ ഗെയിൻസ് ആണുള്ളത്. ഷോർട്ട് ടേമും അതുപോലെ തന്നെ ലോങ് ടേമും രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ ഗെയിൻസ് എന്നുള്ള ഇൻകം കിട്ടും. പിന്നെ നമ്മുടെ അടുത്ത ഹെഡ് വരുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. നമ്മുടെ ഫൈനൽ ഹെഡ് വരുന്നത് അതിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു ഇൻകം ആണ് ഇൻട്രസ്റ്റ് ഇൻകം. പിന്നെ വരുന്നൊരു ഇൻകം ആണ് ഡിവിഡൻഡ് ഇൻകം. പിന്നെ അതർ ഇൻകംസ്. അതർ ഇൻകംസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ വരും? നമ്മുടെ കാഷ്വൽ ഇൻകംസ് ഒക്കെ വരും. കാഷ്വൽ ഇൻകംസ് പറയുമ്പോൾ നമ്മുടെ ലോട്ടറി വരും. ലോട്ടറി, ബെറ്റിംഗ് എല്ലാം അതിൽ വരുന്നതാണ്. റണ്ണിങ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ഹോഴ്സ് റേസ് ഹോഴ്സസ്, ഇതൊക്കെ നമ്മുടെ കാഷ്വൽ ഇൻകംസിൽ വരുന്ന. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഇൻകം ഫ്രം അതർ സോഴ്സ് കിട്ടുന്നു. അപ്പോൾ നമ്മൾ 5 ഹെഡിലെയും ഇൻകംസ് കണ്ടുപിടിച്ചു. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. നമുക്ക് ഈ 5 ഹെഡിലെയും കൂടി ഇൻകംസ് ആഡ് ചെയ്യുമ്പോൾ പിന്നെ അതിൽ നിന്നും നമ്മുടെ ചാപ്റ്റർ 6A പറഞ്ഞിട്ടുള്ള ഡിഡക്ഷൻസ്, സെക്ഷൻ 80C തൊട്ട് 80U വരെയുള്ള ഡിഡക്ഷൻസ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ടോട്ടൽ ഇൻകം കിട്ടും. ഓക്കെ, ടോട്ടൽ ഇൻകം. ഈ 80C തൊട്ട് 80U വരെയുള്ള ഡിഡക്ഷൻസ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. അതിന്റെ എത്രയാണ് അതിന്റെ ക്വാണ്ടം ഓഫ് ഡിഡക്ഷൻ, അതിന്റെ കണ്ടീഷൻസ് എന്താണ്, ഓരോ ഡിഡക്ഷനും ഏതാണ്, ഏത് സ്പെസിഫിക് സിറ്റുവേഷനിലാണ് അത് അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്നേ വേണം. 80C to 80U അതിന്റെ നോട്ട്സ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് എടുത്ത് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇൻകത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ചാപ്റ്റർ 6A പറഞ്ഞിട്ടുള്ള ഡിഡക്ഷൻസ് ഒക്കെ കുറച്ചിട്ട് നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടുന്നു. ഈ ടോട്ടൽ ഇൻകത്തിന്റെ പുറത്താണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടാക്സ് ലാബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടാക്സ് ലാബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ടാക്സ് സ്ലാബുകളെ പറ്റി അറിഞ്ഞിരിക്കണം. 0 തൊട്ട് 2.5 ലാക്ക് വരെ നമുക്ക് എന്തില്ല? ടാക്സ് ഇല്ല. ദെൻ 2.5 to 5 ലാക്ക് നമുക്ക് 5% ആണ് ടാക്സ് വരുന്നത്. പിന്നെ 5 ലാക്ക് to 10 ലാക്ക് 20% ആണ് ടാക്സ് വരുന്നത്. പിന്നെ എബോവ് 10 ലാക്ക് നമുക്ക് വരുന്നത് 30% ആണ്. ഇത് നമ്മുടെ 24-25 എന്ന് പറയുന്ന അസസ്മെന്റ് ഇയറിന്റെ സ്ലാബ് ആണ്. ഇതിപ്പോ കറണ്ട് ഇയർ ബഡ്ജറ്റിൽ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ 25-26 എന്ന് പറയുന്ന അസസ്മെന്റ് ഇയർ അതിന്റെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇതല്ല നമ്മളിപ്പോ ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ കറണ്ട് ഇയറിൽ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ 24-25 അസസ്മെന്റ് ഇയർ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്.
അപ്പോൾ ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു കഴിഞ്ഞു. നമ്മുടെ സ്ലാബുകൾ ഉപയോഗിച്ചുകൊണ്ട് എത്രയാണോ നമ്മുടെ ഇൻകം വന്നിട്ടുള്ളത് അതിന്റെ ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ റിബേറ്റ് അപ്ലിക്കബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമ്മളത് ക്ലെയിം ചെയ്യുക. ഇനി അങ്ങോട്ട് നമ്മൾ ടാക്സിൽ നിന്ന് കുറയ്ക്കേണ്ട സാധനമാണ് എന്ത് റിബേറ്റ് എന്ന് പറയുന്നത്. അത് 5 lakhന്റെ താഴെയാണ് നമ്മുടെ ഇൻകം, അല്ലെങ്കിൽ 5 lakh ഓർ ബിലോ 5 lakh ആണ് നമ്മുടെ ഇൻകം എങ്കിൽ നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ? റിബേറ്റ് അണ്ടർ സെക്ഷൻ 87 ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അത് മാക്സിമം എത്ര റിബേറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ? 12,500 റുപ്പീസ് നമുക്ക് മാക്സിമം റിബേറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നിലവിൽ അത് 25-26 7 lakh വരെ കൂട്ടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ദെൻ അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? നെറ്റ് ടാക്സ് ലാബിലിറ്റി കിട്ടുന്നു. ഈ നെറ്റ് ടാക്സ് ലാബിലിറ്റിന്റെ 4% നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും അതിലൂടെ ആഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറയുന്നത്. 4% ഈ ടാക്സ് ലാബിലിറ്റി ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച റിബേറ്റ് കുറയ്ക്കാനുണ്ടെങ്കിൽ റിബേറ്റ് കുറയ്ക്കുക, അല്ല എന്നുണ്ടെങ്കിൽ കണ്ടുപിടിച്ച ടാക്സ് ലാബിലിറ്റിന്റെ 4% നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഓൾറെഡി TDS എന്തെങ്കിലും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. TCS പേ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ അഡ്വാൻസ് ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറയ്ക്കാനായിട്ട് പറ്റും. ഇതൊക്കെ കുറച്ചിട്ട് ലാസ്റ്റ് നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് ടാക്സ് പേയബിൾ ഓർ റീഫണ്ടബിൾ. ചിലപ്പോൾ നമുക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങോട്ട് പൈസ തരാനായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പേ ചെയ്യാനായിരിക്കും. ആ ഒരു എമൗണ്ട് ആണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഇതിലെ എല്ലാ സ്റ്റെപ്പും ഒന്നും നമ്മുടെ ക്വസ്റ്റ്യനിൽ വരാനായിട്ട് ചാൻസ് ഇല്ല. ഇതിലുള്ള ചില സ്റ്റെപ്പുകളൊക്കെ നമ്മുടെ ക്വസ്റ്റ്യനിൽ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്കൊരു ടോട്ടൽ ഇൻകം കാണുന്ന ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ടോട്ടൽ ഇൻകം. ഓക്കെ, അപ്പൊ ഡോക്ടർ ഇബ്രാഹിം ഹു ഈസ് ടോട്ടലി ബ്ലൈൻഡ്, അത് ഞാനൊന്ന് റൗണ്ട് ചെയ്ത് വെക്കുകയാണ്, നമുക്ക് ആവശ്യമുണ്ട്. സബ്മിറ്റ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ, കമ്പ്യൂട്ട് ഈസ് ടോട്ടൽ ഇൻകം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഡോക്ടർ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അയാൾക്ക് മുഴുവനായിട്ട് കണ്ടു കാണാനായിട്ട് പറ്റില്ല. അയാളുടെ ഗ്രോസ് സാലറി വന്നിട്ട് 9,30,000 ആണ്. റെന്റ് റിസീവ്ഡ് ഫ്രം ലെറ്റ് ഔട്ട് ഹൗസ് 1,20,000 ആണ്. ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ, ഹൗസ് പ്രോപ്പർട്ടിന്ന് കിട്ടിയിട്ടുള്ള റെന്റ് ആണ്. ഇവിടെ നെറ്റ് എമൗണ്ട് എന്നോ അല്ലെങ്കിൽ കമ്പ്യൂട്ടഡ് വാല്യൂ എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% നമുക്ക് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ആ ഒരു ആൻസർ എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 48,000 ഉണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓരോ ഐറ്റംസ് വായിക്കുമ്പോഴും അത് ഏത് ഹെഡിൽ വരുന്ന അപ്പൊ തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇത് സാലറിയിൽ വരുന്നതാണ്. റെന്റ് റിസീവ്ഡ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഹൗസ് പ്രോപ്പർട്ടി, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ, ഡിവിഡൻഡ് ഫ്രം കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ 5th ഹെഡ് ആയിട്ടുള്ള ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. പിന്നെ അക്രൂഡ് ഇൻട്രസ്റ്റ് ഓൺ NSC 8th ഇഷ്യൂ, ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. ഡെപ്പോസിറ്റഡ് ഇൻ PPF, അത് നമുക്കൊരു ഇൻകം അല്ല, അതൊരു എക്സ്പെൻസ് ആണ്. പെയ്ഡ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, പ്രൊഫഷണൽ ടാക്സും പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്പെൻസുകളും ഇൻകംസും ആണ് നമ്മൾ ഡിഡക്ഷൻസ് ആയിട്ട് ക്ലെയിം ചെയ്യുക. എല്ലാ ഇൻകംസും നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, എല്ലാ എക്സ്പെൻസും നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിന്റെ ആൻസറിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിതാ ആദ്യം നമ്മൾ സാലറി എടുത്ത് എഴുതുന്നു. സാലറിയുടെ അവിടെയും കമ്പ്യൂട്ടഡ് അല്ലെങ്കിൽ നെറ്റ് എന്ന് പറയുന്ന ഒരു യൂസേജ് ഇല്ല. കമ്പ്യൂട്ടഡ് എന്നോ നെറ്റ് സാലറി എന്നോ ടാക്സബിൾ സാലറി എന്നോ ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാത്ത പക്ഷം അതിൽ നമ്മൾ എന്ത് കുറയ്ക്കണം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കണം. ഓക്കെ, പിന്നെ ആ വ്യക്തി പ്രൊഫഷണൽ ടാക്സ് പേ ചെയ്യുന്നുണ്ട്, അതും നമുക്ക് എന്ത് ചെയ്യാം? ഡിഡക്ട് ചെയ്യാം. അപ്പോ ടോട്ടൽ 58,000 9,30,000 നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ 8,72,000 ആണ് നമുക്ക് നെറ്റ് സാലറി, ടാക്സബിൾ ആയിട്ടുള്ള സാലറി കിട്ടുന്നത്. ദെൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അതെടുക്കുമ്പോൾ റെന്റ് റിസീവ്ഡ് കണ്ടോ എത്രയാണ്? 1,20,000 റുപ്പീസ് റെന്റ് കിട്ടിയിട്ടുണ്ട്. അവിടെ നെറ്റ് എമൗണ്ട് എന്നോ കമ്പ്യൂട്ടഡ് എമൗണ്ട് എന്നോ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ടാക്സബിൾ എമൗണ്ട് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ലെസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്രയാ? 30% ഓഫ് ദ ആനുവൽ വാല്യൂ. അത് എത്ര വരിക? ഈ 1,20,000 30% പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 36,000. സോ ടാക്സബിൾ ആയിട്ടുള്ള ഹൗസ് പ്രോപ്പർട്ടി എനിക്ക് എത്ര വരുന്നത്? 84,000 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ദെൻ ക്യാപിറ്റൽ ഗെയിൻസ്. നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുമ്പോൾ ഒറ്റ എമൗണ്ടേ ഉള്ളൂ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ 48,000 എഴുതിയാൽ ഫർദർ അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നുമില്ല. ഇൻകം ഫ്രം അതർ സോഴ്സ് വരുമ്പോൾ 2 ഐറ്റംസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ?
ഡിവിഡൻഡും അക്രൂഡ് ഇൻട്രസ്റ്റും. അപ്പൊ ആ രണ്ട് ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇൻകം ഫ്രം അതർ സോഴ്സിൽ എഴുതുന്നു, ടോട്ടൽ 40,000. എന്നിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം. അത് എത്ര വരുന്നത്? അപ്പൊ അതാ നമുക്ക് എല്ലാ ഹെഡുകളും ഇവിടെ വന്നിട്ടില്ല കേട്ടോ, എല്ലാ ബിസിനസ് എന്ന് പറയുന്ന ഹെഡുകൾ വന്നിട്ടില്ല. ഉള്ള ഹെഡുകളെ വെച്ചിട്ട് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 10,44,000. അതാണ് നമ്മുടെ ഗ്രോസ് ടോട്ടൽ. അപ്പൊ അതിൽ നിന്നും നമുക്ക് ടോട്ടലിംഗ് കണ്ടുപിടിക്കണമെങ്കിൽ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ടോട്ടലിംഗ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, ഡിഡക്ഷൻസ് കുറയ്ക്കണം. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഡിഡക്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ക്വസ്റ്റ്യനിലൂടെ ഒന്ന് പോയി നോക്കാം. ഡെപ്പോസിറ്റഡ് ഇൻ PPF നമുക്ക് 80Cയിൽ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഡെപ്പോസിറ്റഡ് ഇൻ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം 80Cയിൽ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അക്രൂഡ് ഇൻട്രസ്റ്റ് ഓൺ NSE 8th ഇഷ്യൂ 80Cയിൽ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു സാധനം ഞാൻ റൗണ്ട് ഇട്ട് വെക്കുന്നുണ്ട്. ഇയാൾക്ക് ടോട്ടലി ബ്ലൈൻഡ് ആണ്, പാർഷ്യലി ബ്ലൈൻഡ് ഒന്നുമല്ല, ഇയാള് ടോട്ടലി ബ്ലൈൻഡ് ആണ്. അത് നോർമൽ റേഞ്ചിലുള്ള ഡിസബിലിറ്റി അല്ല, ഇയാൾ ടോട്ടലി ബ്ലൈൻഡ് ആയതുകൊണ്ട് സിവിയർ ഡിസബിലിറ്റി ആണ്. ഓക്കെ, സിവിയർ ഡിസബിലിറ്റി ഉള്ള ഒരു പേഴ്സണ് ഇൻകം ഉണ്ടായി കഴിഞ്ഞാൽ അപ് ടു 1,25,000 വരെ അണ്ടർ സെക്ഷൻ 80U ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ 80Cയിലെ 3 ഡിഡക്ഷൻസ് ഇയാൾ ക്ലെയിം ചെയ്തു. അപ്പൊ 76,000 ഈസ് എ ടോട്ടലി ബ്ലൈൻഡ് മാൻ. അയാൾ ടോട്ടലി ബ്ലൈൻഡ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ സെക്ഷൻ 80U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഡക്ഷൻ റിഗാർഡിംഗ് ഇൻകം ആണ്, 80C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഡക്ഷൻ റിഗാർഡിംഗ് എക്സ്പെൻസ് ആണ്. സോ ഹി ക്യാൻ ക്ലെയിം 1,25,000. അയാൾക്ക് 1,25,000 എന്ത് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ടോട്ടൽ അയാൾക്ക് 2,01,000 rupees ക്ലെയിം ചെയ്യാൻ പറ്റും. അയാളുടെ ടോട്ടലിംഗ് എത്ര വരുള്ളൂ, 8,43,000 വരുള്ളൂ. 24-25. അപ്പൊ അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. പിന്നെ അയാളുടെ കുറച്ച് ഇൻകത്തിന്റെ ഡീറ്റെയിൽസ് മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. ഇതിൽ ടാക്സബിൾ ഇൻകം എന്ന് പറയുമ്പോൾ ടോട്ടൽ ഇൻകം തന്നെയാണ്. പിന്നെ ടാക്സ് ലയബിലിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ആൻസറിലൂടെ പഠിക്കാം. ഇതില് ഗ്രോസ് സാലറി വന്നിട്ട് 6,12,500 ഉണ്ട്. അപ്പൊ ഹെഡ് സാലറി ആണ്. ദെൻ നമ്മുടെ റെന്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി ആണ്. ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ്, ഇൻകം ഫ്രം അതർ സോഴ്സ്, ഇൻകം ഫ്രം ഹോഴ്സ് റൈസ്, ഇൻകം ഫ്രം അതർ സോഴ്സ്, അഗ്രികൾച്ചറൽ ഇൻകം. ഇത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ അത് ഏത് ഹെഡിൽ കാണിക്കണം, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ആൻസർ എഴുതുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ്, ശ്രദ്ധിക്കണം. ക്യാപിറ്റൽ ഗെയിൻ ഹെഡിന്റെ അണ്ടറിലാണ് കാണിക്കേണ്ടത്. സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസ് എന്ന് പറയുന്ന ഭാഗത്ത് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഹെഡിലാണ്. ഇൻട്രസ്റ്റ് ഓൺ കിസാൻ വികാസ് പത്ര, അത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻട്രസ്റ്റ്. ദെൻ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ശ്രീ മോഹൻ ഔട്ട് ഓഫ് ഹിസ് അഗ്രികൾച്ചറൽ ഇൻകം. ഈ അഗ്രികൾച്ചറൽ ഇൻകത്തിൽ നിന്ന് എടുത്തിട്ടാണ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം അടച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. എന്നാലും നമുക്ക് 80C ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അഗ്രികൾച്ചറൽ ഇൻകത്തിൽ നിന്ന് എടുത്ത് കൊടുത്തതാണ് എന്നുള്ളത് കൊണ്ട് ആ ഒരു ഡിഡക്ഷൻ നമുക്ക് കിട്ടാതിരിക്കൊന്നുമില്ല, അത് എക്സംപ്റ്റഡ് ആയിട്ട് പോകുന്നില്ല. ഓക്കെ ഫൈൻ. അപ്പൊ ഇതിന്റെ ആൻസറിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് അതേപോലെ തന്നെ സാലറി എടുത്തെഴുതുന്നു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സാലറി ആയാലും ഹൗസ് പ്രോപ്പർട്ടി ആയാലും ഒന്നും നെറ്റ് അല്ല, അല്ലെങ്കിൽ ടാക്സബിൾ അല്ല. അങ്ങനെ ഒരു എമൗണ്ട് അല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ടാക്സബിൾ എമൗണ്ട് എന്നോ നെറ്റ് എമൗണ്ട് എന്നോ ഇവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാത്ത പക്ഷം ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും എന്ത് കുറയ്ക്കണം, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കണം. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് ഈ രണ്ടിൽ നിന്നും കുറയ്ക്കണം. അത് നിങ്ങൾ ഒരിക്കലും മറക്കാനായിട്ട് പാടില്ല. ഓക്കെ, ദെൻ സാലറി എന്ന് പറയുന്ന ഹെഡിൽ വരുന്ന 6,12,500 വരുന്നു. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 കുറയ്ക്കുന്നു. അവിടെ നെറ്റ് എമൗണ്ട് എന്നോ കമ്പ്യൂട്ടർ എന്നോ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അത് കുറയ്ക്കാനായിട്ട് പോരുത്. ഇത് എഴുതാത്തത് കൊണ്ടാണ് നമ്മൾ 50,000 കുറയ്ക്കുന്നത്. അപ്പൊ നമുക്കൊരു എമൗണ്ട് കിട്ടി 5,62,500. ദെൻ ഹൗസ് പ്രോപ്പർട്ടി 60,000 ആണ് വാല്യൂ കാണിച്ചിട്ടുള്ള, അതിന് 30,000 നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കുന്നു, എമൗണ്ട് 42,000. ക്യാപിറ്റൽ ഗെയിൻസിൽ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ട്. നമുക്കറിയാം ലോങ് ടേം ക്യാപിറ്റൽ ലോസ് നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്നാൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിലും
ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിലും സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ അതിനെ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യും, ക്യാരി ഫോർവേഡ് ചെയ്യും. നെക്സ്റ്റ് ഇയറിലോട്ട് ഈ 25,000 നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോയി. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ മാത്രമാണ് നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡിന്റെ അണ്ടറിൽ വരുന്ന ഇൻകം. ദെൻ അതർ സോഴ്സിൽ നമുക്ക് 3 ഇൻകംസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇൻകം ഫ്രം ബാങ്ക്, അതായത് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുള്ള ഇൻകം. ദെൻ ഇൻകം ഫ്രം ഹോഴ്സ് റേസ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ കിസാൻ വികാസ്. ഈ 3 ഇൻകം കൂടി 37,000. അപ്പൊ അഗ്രഗേറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹെഡിലേക്ക് ഇൻകംസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടുന്നു. അതിൽ നിന്ന് ഒറ്റ ഡിഡക്ഷനെ നമുക്കുള്ളൂ. ഇതാണ് 80C വരുന്ന ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം. അത് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിച്ച് എടുക്കാതിരിക്കരുത്. അഗ്രികൾച്ചറൽ ഇൻകം എന്നൊക്കെ പറയുന്നത് നിങ്ങളെ തെറ്റിക്കാനായിട്ട് അവിടെ വെക്കുന്ന ഒരു ക്ലോസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കത് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുന്നു? 6,71,500 എന്ന് കിട്ടുന്നു. അതാണ് നമ്മുടെ ടോട്ടൽ ഇൻകം. ഇനി അഗ്രികൾച്ചറൽ ഇൻകം വന്നു കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് വരുന്നു? അഗ്രിഗേറ്റ് ഇൻകം എന്ന് പറയുന്ന ഒരു എമൗണ്ട് കിട്ടുന്നു. അപ്പോ ടോട്ടൽ ഇൻകം വരെ സാധാരണഗതിയിൽ നിങ്ങൾക്ക് വരാറുള്ളൂ. അഗ്രികൾച്ചറൽ ഇൻകം വന്ന ഒരു പുതിയ വ്യക്തി അവിടെ വരുന്നതാണ് അഗ്രിഗേറ്റ് ഇൻകം. അതെങ്ങനെയാണ് കിട്ടുന്നത്? ടോട്ടൽ ഇൻകത്തിന്റെ കൂടെ അഗ്രികൾച്ചറൽ ഇൻകം ആഡ് ചെയ്തിട്ട്. ദെൻ നമ്മള് ഗ്രോസ് ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാഷ്വൽ ഇൻകംസിനൊക്കെ 30% ആണ് ടാക്സ്. അത് നമ്മുടെ നോർമൽ ടാക്സ് സ്ലാബിന്റെ അണ്ടറിൽ വരാറില്ല. അതുപോലെ നമ്മുടെ LTCG, അതുപോലെ തന്നെ STCG 111A ഇതിനൊക്കെ സ്പെഷ്യൽ റേറ്റ് ഉള്ള ഐറ്റംസ് ആണ്. ഓക്കെ, STCG 111A, LTCG, കാഷ്വൽ ഇൻകംസ് ഇതിനൊക്കെ സ്പെഷ്യൽ ടാക്സ് റേറ്റ് ആണ്. അങ്ങനെ സ്പെഷ്യൽ ടാക്സ് റേറ്റ് ഉള്ളത് നമ്മൾ അതിന്റെ ടാക്സ് മാത്രം ആദ്യം പ്രത്യേകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. 20,000 ആണ് ഹോഴ്സ് റേസ്, അതായത് കാഷ്വൽ ഇൻകം ആയിട്ടുള്ള ഹോഴ്സ് റേസ് എന്ന് വന്നിട്ടുള്ള ഇൻകം. അതിന്റെ ടാക്സ് ലയബിലിറ്റി 30%, 6,000. അപ്പൊ നമ്മുടെ അഗ്രിഗേറ്റ് ഇൻകത്തിലെ 20,000ന്റെ ടാക്സ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി റിമൈനിങ് എമൗണ്ട് ആയിട്ടുള്ള 6,71,500ന്റെ ടാക്സ് നമ്മൾ നോർമൽ സ്ലാബിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യത്തെ 5 lakhൽ നമുക്കറിയാം, അതിവിടെ സ്പ്ലിറ്റ് ആയിട്ട് എഴുതാത്തത് കൊണ്ടാണ് 2.5 വരെ നില്ലാണ്. 0 to 2.5 വരെ എന്താണ്? നില്ലാണ്. ദെൻ 2.5 to 5% ആണ്. ആ 5% ആണ് നമ്മുടെ അഗ്രിഗേറ്റ് 5 lakhന്റെ 12,500 എന്ന് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ 0യും 2.5 lakhന്റെ 5% ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2.5 lakhന്റെ 5% ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 12,500 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോ ബാക്കി വരുന്ന 1,71,500 അതിന്റെ ആസ് പെർ ദ ടാക്സ് സ്ലാബ് 20% ആണ് വരിക. നമുക്കറിയാം 5%, 20%, 30% ഇങ്ങനെയാണല്ലോ പോകുന്നത്. ആദ്യം നില്ലാണ്, ദെൻ 5, 20, 30 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി വന്നിട്ട് 46,800 വന്നു. ഇനിയാണ് നമ്മുടെ അഗ്രികൾച്ചറൽ ഇൻകം വന്നതുകൊണ്ട് നമ്മൾ എന്ത് സ്പെഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇവിടെ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കേണ്ടത്. ലെസ് ടാക്സ് ഓൺ അഗ്രികൾച്ചറൽ ഇൻകം. അഗ്രികൾച്ചറൽ ഇൻകം ഒരു എക്സെപ്റ്റഡ് ഇൻകം ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അതിന്റെ ടാക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് പറ്റും, ലെസ് ചെയ്യാനായിട്ട് പറ്റും. സോ 20,000 ആണ് നമ്മുടെ അഗ്രികൾച്ചറൽ ഇൻകം. അതിന്റെ കൂടെ 2,50,000 എത്രയാണെങ്കിലും അഗ്രികൾച്ചറൽ ഇൻകം എത്രയാണെങ്കിലും അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? 2,50,000 ആഡ് ചെയ്യുക. അത് റൂളാണ്. ഓക്കെ, 2,50,000 ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഈ 2,50,000ന്റെ കൂടെ 20,000 അല്ലെ, നമ്മുടെ 20,000 ആണ് അഗ്രികൾച്ചറൽ ഇൻകം. അത് ആഡ് ചെയ്യുമ്പോൾ എത്ര നമുക്ക് അഗ്രിഗേറ്റ് ഇൻകം വരിക? 2,70,000 വരും. ഈ 2,70,000നെ നോർമൽ സ്ലാബിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോ ഫസ്റ്റ് 2.5ന് എന്താണ്? ഫസ്റ്റ് 2.5ന് നില്ലാണ്. ദെൻ പിന്നെ വരുന്ന 20,000 ഏത് സ്ലാബിലാണ് വരിക? നമ്മുടെ 5% സ്ലാബിലാണ് വരുന്നത്. 5% ഓഫ് 20,000 എത്ര വരിക? 1,000. അപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടാക്സ് ഓൺ അഗ്രികൾച്ചറൽ ഇൻകം 1,000 46,800 കുറയ്ക്കാനായിട്ട് പറ്റും. റിമൈനിങ് എമൗണ്ട് ആണ് നമ്മുടെ നോർമൽ റേറ്റ് ഇൻകംസിന്റെ ടാക്സ് എന്ന് പറയുന്നത്. സോ നമ്മുടെ 6,000ഉം 45,800 കൂടി ആഡ് ചെയ്യുമ്പോൾ 51,800. ഇതിന്റെ കൂടെ സർചാർജ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. നിലവിൽ ഈ ക്വസ്റ്റ്യൻ 50 lakhന്റെ താഴെയാണ് ഇൻകം വരുന്നത്, അതുകൊണ്ട് സർചാർജ് ഇല്ല. പിന്നെ റിബേറ്റ് ഇയാൾക്ക് അപ്ലിക്കബിൾ അല്ല. ഇയാളുടെ ഇൻകം 5 lakhനേക്കാളും നമുക്ക്
ഉണ്ട്. അതുകൊണ്ട് റിബേറ്റ് ഇവിടെ അപ്ലിക്കബിൾ അല്ല. അപ്പോൾ നേരിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% ആഡ് ചെയ്യുന്നു. എന്തിന്റെ? 51,800ന്റെ. അപ്പൊ നമുക്ക് ഗ്രോസ് ടാക്സ് ലാബിലിറ്റി കിട്ടി. ആ കിട്ടിയ എമൗണ്ട് 53,872 ആണ്. അതിന്റെ നിയറസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 10 നമ്മൾ എന്ത് ചെയ്യും, അതിനെ കൺവേർട്ട് ചെയ്ത് എഴുതും. അപ്പൊ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 53,870 കിട്ടും. ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. നമുക്കത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിവിനിലെ കമന്റിൽ അത് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.